125 ദിവസവും റേഷൻ കിട്ടുന്നുണ്ട് അല്ലേ? നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. എടോ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തന്നോണ്ടിരുന്ന ബീഹാറത്തെ ആൾക്കാരൊക്കെ എന്താ ചെയ്യാ? തൂറാൻ പറമ്പില്ല, കാല് വെക്കാൻ സ്ഥലമില്ല, അമ്മാതിരി തീട്ടാന്നാ പറയുന്നേ. എടോ ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് തന്ന് മതി, ഇനി മറ്റുള്ളവർക്ക് കൊടുക്ക്, റേഷനൊക്കെ അവർക്ക് കൊടുക്ക്. ഈ ചേച്ചി എവിടുന്ന വരുന്നത്? ചേച്ചി ഇവിടെ അല്ലേ മത്സരിക്കേണ്ടത്? ചേച്ചി ബീഹാറിൽ UP-യിലൊക്കെ പോയിട്ട് മത്സരിക്കേണ്ടത്. കേരളത്തിലെല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ, നിങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് തന്നല്ലോ. ഞങ്ങളുടെ നികുതി പണം കൊണ്ടല്ല ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്, ഒക്കെ BJP-ക്കാരുണ്ട് തന്നതാ. പ്രളയ സമയത്ത് 205 കോടി റുപ്യാണ് നമ്മളെയൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടത്, അരി തന്നെന്ന് പറഞ്ഞിട്ട്. ചേച്ചിക്ക് ഓർമ്മ ഉണ്ട് അതൊക്കെ? സ്കൂളുകളിലൊക്കെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ മാത്രം എത്ര സ്കൂൾ കെട്ടിടങ്ങൾക്ക് മറ്റുള്ള കായ് തരുള്ളൂ എന്ന് പറഞ്ഞപ്പോ പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സർക്കാർ. അതേപോലെ റേഷൻ കടയിലൊക്കെ നമ്മുടെ ഫോട്ടോ വെക്കണം അത്രേ, മോദി ചേട്ടായിയുടെ സെൽഫ് പോയിന്റ്, എന്നാലേ അത്ര കൂടുതൽ അരി തരുള്ളൂ. ചേച്ചിക്ക് അതൊന്നും ഓർമ്മയില്ല? പിന്നെ ഇതൊക്കെ നമുക്ക് വെറുതെ കിട്ടണമല്ലോ. കേന്ദ്ര സർക്കാർ ഇവിടേക്ക് തരുന്ന അരിയില്ലേ, അരി ഇവിടെ തരുന്നുണ്ട്, സംഭവം ശരിയാ. അത് വിതരണം ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കേരള സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ചേച്ചിക്ക് അറിയുണ്ടാവില്ല. ചേച്ചി ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ? ചേച്ചി ഈ കാര്യം ഒന്ന് കേട്ടോ കിട്ടാ. ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇങ്ങനെ ആവണം കേരളം എന്നാണ് ചേച്ചി ആഗ്രഹിക്കണം. ഒന്ന് കാണാം. എനിക്ക് പിറകിൽ ഈ കാണുന്നത് ഈ ഗ്രാമത്തിലെ ഡോക്ടറും അദ്ദേഹത്തിന്റെ ചെറിയ പരിശോധന കേന്ദ്രവുമാണ്. ये गांव पे हेल्थ सेक्शन कैसे है? अच्छा है। वो गवर्नमेंट हॉस्पिटल नहीं है इधर? गवर्नमेंट है, जरा से दूर पड़ता है ना। आप कितना साल इधर प्रैक्टिस करने? 2 साल से कर रहा हूँ। आपका MBBS कौन सा हॉस्पिटल है? MBBS हम लोग नहीं किए हैं, ऐसे प्रैक्टिस किए हैं। MBBS नहीं है, തട്ടിപ്പ് പരിപാടിയാണ്, പഠിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ചേച്ചിയെ? ഈ വിദ്യാഭ്യാസമൊക്കെ അല്ലേ നമ്മളെ നാട്ടിൽ വേണമെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നത്? ചേച്ചി ബാക്കി പറ. നമ്മൾ ഈ റോഡുകൾ നോക്കിയാൽ മൊത്തം ഫ്ലെക്സുകൾ കാണാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സുകൾ വെച്ചിട്ടുള്ള ബോർഡുകൾ കാണാം. അതായത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന്, മറ്റാരുണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. മറ്റാരുണ്ട്, നമ്മളുണ്ട്, നാടിന് വികസനത്തിന് മാറ്റത്തിന് നമ്മളുണ്ട് എന്ന് മറ്റാർക്കും കാണിച്ചു കൊടുക്കണം, മറ്റുള്ളവർക്കെല്ലാം കാണിച്ചു കൊടുക്കണം. ശരിയാ, ചേച്ചി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. നാറ്റത്തിന് നമ്മളുണ്ട്. എന്താണ് ആ നാറ്റക്കഥ എന്നൊന്ന് കണ്ടോളിട്ടാ. 2025 നമ്മുടെ ബീഹാറിലെ ചാന്ദിനി ദേവി എന്ന നമ്മുടെ സഹോദരി എവിടെയാണ് കക്കൂസിൽ പോകുന്നത് അവർ തന്നെ നമ്മുടെ കൂടെ വന്ന് കാണിച്ചു തരികയാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് ആളുകൾക്ക് ശൗചാലയം കൊടുക്കുന്നതെന്ന് പറയുന്ന പ്രധാനമന്ത്രി നമുക്കുണ്ട്. വികസനമാണ് ബീഹാർ ആകെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അതിന്റെ പാർട്ടി ഇവിടെയുണ്ട്. ഒപ്പം ഒത്താതെ ഇതുവഴി നടക്കാൻ കഴിയില്ല. ചാന്ദേജി ഇതറേ സുബഹ കിतना बजे? 3 बजे 4 बजे आते हैं, ले जाते हैं। ചാച്ചി തൂറാൻ പോണ സ്ഥലമാണ് കാണിച്ചു കൊടുക്കുന്നത്. തൂറാൻ പോണെങ്കിൽ രാവിലെ പുലർച്ചെ 4 മണിക്ക് എണീറ്റ് പോയിട്ട് തൂറണം. ഓരോ കാറ്റഗറൈസ്ഡ് സമയം ഉണ്ട് എന്നുള്ളതാണ്. ആ കുട്ടികൾക്കൊരു ടൈം, സ്ത്രീകൾക്കൊരു സമയം, വലിയ ആൾക്കാർക്കൊരു സമയം. ഉള്ളിക്കൃഷിയാ തോന്നുന്നു ചേച്ചി. എന്താ വികസനം അല്ലേ? ഇതേപോലെ ആക്കണല്ലേ കേരളത്തെ? കഴിഞ്ഞില്ല, ഇതും കൂടി കണ്ടോളി. കൂടെ ഉണ്ടാവണം കേട്ടോ എപ്പോഴും. ഓക്കെ, നിങ്ങളുടെയൊക്കെ മോളെ പോലെ കണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. ഇതേപോലെ തന്നെയാണ് അവിടെയുള്ള ചേച്ചിമാരും പറയണത്. ബീഹാരത്തെ ചേച്ചിമാര് തൂറാൻ പോണ സമയത്ത് ആരെങ്കിലുമൊക്കെ കൂടെ വേണട്ടാ, ഒറ്റക്ക് പോകാൻ പേടിയ, പാമ്പ് കടിച്ചാലോ എന്നുള്ളത്. അവിടെ പാമ്പ് പോലും സർവൈവ് ചെയ്യില്ല, അമ്മാതിരി തീട്ടാന്നാ പറഞ്ഞത്. വേണമെങ്കിൽ കേട്ടോളെ. ഉച്ചയ്ക്ക് 3 മണിക്കും 4 മണിക്കും എണീറ്റ് കക്കൂസിൽ പോകാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് പുലർച്ചയ്ക്ക് 4 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ എണീറ്റ് ശൗചാലയം നെയ്യേ. കക്കൂസ് നെഹി ഹേ. പെട്രോളിന്റെ വില കൂട്ടിയതിനെ കക്കൂസ് ഉണ്ടാക്കാനാ, പക്ഷെ കക്കൂസ് നെഹി ഹേ. പിന്നെ അതിന്റെ മ്യൂസിക് ഞാൻ ഇട്ടതല്ല കേട്ടാ, ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന വീഡിയോയിലുള്ള മ്യൂസിക് ആണ്. എന്നെ തെറി വിളിക്കാൻ വരല്ലേ, സംഭവം എന്തെങ്കിലും കത്തിയില്ലേ? അതായത് ഇതേപോലെ ആവണം കേരളം, അതിന് BJP വരണം എന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി കുറച്ചും കൂടി കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന്. അതും കൂടി കേൾക്കാം. 2500 രൂപയ്ക്ക് നമുക്കൊരു മാസം ജീവിക്കാൻ പറ്റണ്ടേ? വേണ്ടേ? വേണം. അപ്പൊ ആ മാസം നമുക്ക് 2500 രൂപയ്ക്ക് ഒരു മാസം നമുക്ക് ജീവിക്കാൻ പറ്റണ്ടേന്നാണ് ചേച്ചി ചോദിക്കുന്നത്. ചേച്ചിയെ അവിടെ ഇനി BJP എന്നല്ല, ഇനി പടച്ച തമ്പല ഇറങ്ങി വന്നാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു മാസം 2500 കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിതാപകരായിരിക്കും. ഒരു ദിവസത്തെ കൂലി എത്ര അറിയാം കേരളത്തിൽ? 1000 റുപ്യാണ്. ഈ 1000 റുപ്യ തീരാൻ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ആ 1 മണിക്കൂർ മതി, തീരും. അത്രക്ക് വില കൂടുതലാണ് ഇവിടെ സാധനങ്ങൾക്കൊക്കെ. ഇന്ത്യൻ രൂപയുടെ മൂല്യമൊക്കെ എവിടെ കിടക്കുന്ന അറിയോ? പറയുന്നില്ല, കക്കൂസും കുഴിയിലേ കിടക്കണം. ഇപ്പൊ അമ്മാതിരിയാണെന്നുള്ളതാ. ചേച്ചി ആ 2500 റുപ്യ ഉണ്ടല്ലോ മാസം ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞത്, അത് ഈ ബീഹാർ മാതൃകയാക്കിയിട്ടല്ലേ പറഞ്ഞത്? എനിക്ക് തോന്നി. टीवी है इधर, टेलीविजन
टीवी देखे हैं, टीवी यहाँ है ही नहीं तो टीवी कहाँ देखेंगे? टीवी है ही नहीं तो कहाँ से देखा है? इधर घर में टेलीविजन नहीं है? नहीं टेलीविजन नहीं है? नहीं, आप देखा है टीवी? टीवी देखे हैं बाकी टीवी इधर घर पर नहीं है। കറണ്ട് ഇല്ലാത്തടത്ത് എങ്ങനെ എന്റെ പൊന്നു ചേട്ടാ ടി വി വെക്കാന്നാ ചോദിക്കുന്നത്. ടി വി നിങ്ങൾ കണ്ടുണ്ട് ചോദിച്ചിട്ട് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ പൊന്നു ചേട്ടാ ഈ എന്നാ പറയുന്നത്. ഇതുപോലത്തെ ഒരു ഡെവലപ്മെന്റ് ആണ് കേരളത്തില് NDA 2020 ഒക്കെ ആഗ്രഹിക്കുന്നത് കേട്ടോ. കേരളത്തിന് അങ്ങനെ ക്വാരി തരുന്നുണ്ടെന്നാ ചേച്ചി പറയുന്നത്. നമ്മളെയൊക്കെ ഒന്ന് കൊണ്ടുപോകുന്ന നികുതി പണത്തിന്റെ 41% തരുന്നുള്ളൂ. ഒന്നും കൊടുക്കാത്ത ബീഹാറിന് 110% കൊടുക്കുന്നുണ്ട്. ചേച്ചി അത് പറ. ഇനി നമ്മുടെ അലറോൾ വീരൻ വെയിലെ കൊണ്ടൊന്ന് കറുത്തിട്ടുണ്ട്, ഇത് കാണാം. വിജയ സാധ്യത എന്തായാലും 100% തന്നെയാണ്. എനിക്ക് കുണ്ട്രയായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്, ഞാൻ കൊല്ലത്ത് നിന്ന് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ അതിനിടയിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ഥലമൊന്നും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കിട്ടുന്ന സമയം തൊട്ടാണ് ഞാൻ കുണ്ട്രയെ പറ്റി അനലൈസ് ചെയ്യുന്നതും. അവിടെ കീഴ്ത്തട്ടി കിടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും, ഇവന്റെ പാർട്ടിയിലുള്ള ആളുകൾ ഉണ്ടാവും. അവരെ ഒന്നും കൊണ്ടുവന്നില്ല, ചേട്ടായിനെ കൊണ്ട് അവിടെ നിർത്തി. ചേട്ടായി വെയിലൊക്കെ കൊണ്ടങ്ങ് കരിഞ്ഞല്ലേ. ആ ബ്രൂട്ടീഷിനെ ഒന്ന് കണ്ടിട്ടൊന്ന് വെളുപ്പിച്ചിട്ട് അകത്ത് കയറിയിരുന്ന അലറ്, അതാണ് ചേട്ടായിക്ക് പറ്റുന്നത്. കുണ്ടറയിൽ ഇവരുടെ സ്ഥാനം എവിടെ കിടക്കുന്നു പറഞ്ഞു തരാവേ. കുണ്ടറയിൽ 2,05,000 വോട്ടുകളാണ് ഉള്ളത് കേട്ടോ. അവിടെ ഹിന്ദുക്കൾക്ക് വോട്ട് 63% മുതൽ 65% വരെയാണ്. ക്രിസ്ത്യൻസിന്റെ വോട്ട് 17% മുതൽ 19% വരെയാണ്. മുസ്ലിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് 16 to 18% എന്നുള്ളതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഹിന്ദു മുസ്ലിമാന്റെ വോട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. പകരം നമുക്ക് BJPക്ക് അവിടെ എത്ര വോട്ട് ഉണ്ടെന്ന് നോക്കിയാലോ. UDFന് PC വിഷ്ണുനാഥ് കഴിഞ്ഞ കൊല്ലം ജയിച്ച ആളാണ്. കഴിഞ്ഞ കൊല്ലം ജയിച്ച സമയത്ത് 76,405 വോട്ടാണ് ആൾക്കുള്ളത്. LDFന് J മേഴ്സിക്കുട്ടിയാണ് അവിടെ മത്സരിച്ചത്. അവർക്ക് 71,882 വോട്ടുണ്ട്. എന്നാൽ BJPയുടെ അവസ്ഥ, NDA പ്രകാശ് ബാബു ആണ് മത്സരിച്ചത്. 6,100 വോട്ടാണ് ആകെ ആ ചെങ്ങായിക്ക് അവിടെ ഉള്ളത്. എന്നിട്ടാണ് ഇവൻ അവിടെ കൊണ്ടുവരുന്നത്. അതായത് LDFും UDFും ആണ് ചിത്രത്തിലുള്ളൂ, ഇവൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡിയും. ബാക്കി കേൾക്കാം. അവിടെ എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ, എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കി ഇനി എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒക്കെ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയത്. സോ അപ്പോൾ എൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൻ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ സെക്ടർ ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക, റീബിൽഡ് ചെയ്യുക. ഞാൻ നേരത്തെ കാണിച്ചു നിങ്ങളുടെ റീബിൽഡേഷനും അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ഒക്കെ ബീഹാറിലെ കക്കൂസ് പരിപാടീസ് കണ്ടു ചേട്ടാ, കണ്ടു. അതിവിടെ കൊണ്ടുവരാനാണോ ചേട്ടാ? ഈ 2020 എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടല്ലോ, NDAയുടെ വാല്, ഇവർ എത്ര സിനിമാ നടന്മാരെ കണ്ടു എന്നറിയോ, എത്ര സീരിയൽ നടന്മാരെ കണ്ടു എന്നറിയോ, എത്ര ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടു എന്നറിയോ? എന്നാ ഒരു ചേച്ചി പറഞ്ഞു കേൾക്കാം. സെലിബ്രിറ്റീസ് ഇലക്ഷനിൽ നിൽക്കുന്ന ഒരു ടൈമാണല്ലോ, അങ്ങനെ ആരെങ്കിലും ഒരു ഓഫർ തന്നു കഴിഞ്ഞാൽ അല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. അയ്യോ ഞാൻ ചേച്ചിട്ട് പറഞ്ഞല്ലേ, വിളിച്ചിട്ടുണ്ടായിരുന്നു. 2020 ആണോ? ആ നിക്കണ ആൾക്കാർ പോകും വേണമല്ലോ, വേറെ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അതാണ് സത്യം. എനിക്ക് പൊതുവെ എല്ലാവരും നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ പൊതുവെ ആ നാടിന് രാവും പകലും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിൽക്കുന്ന അവിടുത്തെ കുറച്ച് നേതാക്കന്മാരുണ്ടാവും. അവര് തന്നെ നിന്നാലാണ് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ഇൻഫ്ലുവാണങ്ങളൊക്കെ കൊണ്ട് നിർത്തുന്നത് എന്തിനാന്ന് മനസ്സിലായില്ലേ? അവർക്ക് ഗുണമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട്, വേറെ ഒന്നിനല്ല. തോൽക്കുന്ന ഉറപ്പുള്ളടത്ത് മാത്രം നിർത്തിയിട്ടുള്ളൂ, എവിടെയും ജയിക്കാൻ പോണില്ല. പിന്നെ എന്താ പേടിക്കാനുള്ളത്? ചേച്ചീനെ വിളിച്ചു, ചേച്ചിക്ക് അത്രക്ക് ബോധമില്ല എന്ന് ചേച്ചി പറഞ്ഞു, അതുകൊണ്ട് ഒഴിവായി എന്നുള്ളത്. ശരിക്കും ചേച്ചി ബോധമില്ലാത്തവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പകിൽമാരാറിനെ കണ്ടില്ലേ, എന്തൊക്കെ നുണകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, വാക്ക് മാറ്റി കളിച്ചോണ്ടിരിക്കുക. അങ്ങനെയുള്ള ആളുകൾ വേണം. പിന്നെ റോബിൻ രാധാകൃഷ്ണൻ പണ്ടേ നിലപാടില്ലാന്ന് എല്ലാവർക്കും അറിയുന്നതാണെന്നുള്ളതാ. പേരുണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ പോഴത്തരം പറഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടതല്ലേ. ഷാലുപ്പയ്യോടൊക്കെ എത്ര കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയാൻ ആളുകളുണ്ട്, ഒഴിവാക്കി വിട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യ എന്താക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് കാണിച്ചു തരാം. വിദേശത്ത് നിന്ന് വന്ന ഒരു ടൂറിസ്റ്റ് എടുത്ത വീഡിയോ ഒന്ന് കാണാം. Welcome to Indian railway station. Now, while waiting for my train, we might take a look at the surroundings. There is so much garbage, and I would like to remind you that this is not a dumping ground. This is a railway station in the nation's wealthiest city. So many people have moved here. Look at these houses. They're like on 3 different levels. There's so much garbage. Nobody is cleaning it. I wonder why the government doesn't do anything about it. Kids playing here. Kids playing around. And take a look at this bridge over there. The houses are built right next to it. So your window is 1 meter away from where people walk. Some guys hanging around with some goats. Hello. So you see some animals here. And there's a lot of shops. So if you want to do some shopping while you're waiting for your train, you can get some clothing. Hello. Let's visit this shop.
ഓക്കെ എന്റെ പൊന്നു മക്കളെ കാണിച്ചുകൊണ്ടിരിക്കാൻ വയ്യ. അമ്മാതിരി ഊളത്തരങ്ങളാണ് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനെയുള്ള വീടുകൾ പോലും ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെയാണ് ചില BJP 2020 NDAയുടെ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് തന്നെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. ഞാൻ BJPക്ക് വോട്ട് ചെയ്യാറില്ല, ഇനി ചെയ്യാൻ അങ്ങ് പോകണമില്ല. നിങ്ങൾ ഇഷ്ടമുള്ള ആളുകൾക്ക് തന്നെ ചെയ്തോളൂ. പക്ഷെ വകതിരിവ് വട്ടപൂജ്യമായ ആളുകൾക്ക് കൊടുക്കാതിരിക്കുക. പേരെടുക്കാൻ വേണ്ടിയും പോക്കറ്റ് വീർപ്പിക്കാനും വേണ്ടി വരുന്ന ആളുകളെ ഓർത്തുകൊണ്ട് വോട്ട് ചെയ്യുക. അത് കൂടാതെ ഞങ്ങൾ UP-യിൽ അങ്ങനെയാണ്, ബീഹാറിൽ അങ്ങനെയാണെന്ന് പറയുന്ന ആളുകളെ പ്രത്യേകം മാറ്റി നിർത്തുക. കാരണം ആ നാട്ടിലൊന്നും കിട്ടുന്നില്ല അവർക്ക്. അത് കിട്ടാൻ വേണ്ടിയിട്ടെങ്കിൽ ഇവർ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കെങ്കിലും ചെയ്താൽ മതി. ഇവർക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഒക്കെ നമ്മുടെ സർക്കാർ മാറി മാറി വരുന്ന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് UDF ആണെങ്കിലും LDF ആണെന്നുണ്ടെങ്കിലും. വിശക്കുമ്പോൾ എല്ലാവരും വെള്ളം കുടിക്കാറ്, ആരും വിഷം കുടിക്കാറില്ല എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ.